പ്രിയപ്പെട്ട കുട്ടികളെ, രാജേഷ് മാഷ എന്ത് പറയണം? സുഖല്ലേ? നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ എല്ലാ ആഴ്ചയിലുമുള്ള പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സന്തോഷമായിരിക്കുന്നുണ്ടാവും അല്ലെ? നാളെ 74ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യം അല്ലെ? സോ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നേരത്തെ തന്നെ പറയാം പക്ഷെ ഓക്കെ. ആഘോഷങ്ങളൊക്കെ നമുക്ക് പരിമിതമാണ്, അറിയാം. അതല്ല അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ആഘോഷങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ. എന്താണ് നമ്മുടെ ആഘോഷം? 10ാം ക്ലാസ്സിലെ സർക്കിൾസ് അല്ലെ, വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠവുമാണ് ഇപ്പോഴത്തെ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് അല്ലെ? സോ ആ ആഘോഷത്തിലേക്ക് നമുക്ക് തിരിച്ചൊന്നു വരാം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായി? പക്ഷെ സംശയമൊന്നുമില്ല, ഓർമ്മ ഉണ്ടാവും. എന്തായിരുന്നു? PA × BB = PC × BD അല്ലെ? പലരും ഇത് കാണാതെ പഠിച്ചു വെക്കുന്നുണ്ടോ? PA × BB = PC × BD എന്താണത്? അതറിയില്ല. PA × BB = PC × BD ആണ്, അതറിയാം. പക്ഷെ ഇത് എന്താണ് അതറിയില്ല. പരീക്ഷയുടെ തലേദിവസം അടക്കം PA × BB = PC × BD എനിക്ക് അറിയാം സാറേ, പക്ഷെ അത് എന്താണ് ചോദിക്കാറുണ്ട്. അതിന് ഈ ചിത്രത്തിലേക്ക് വരണം. സർക്കിളില് 2 കോഡുകൾ AB യും CD യും P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോഡിന്റെ 2 നീളങ്ങൾ, ആ മുറിഞ്ഞ നീളങ്ങൾ PA ആൻഡ് PB, അവ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം അടുത്ത കോഡ് P മുറിക്കുന്ന 2 കഷ്ണങ്ങളുടെ ഗുണനഫലത്തിനോട് തുല്യമായിരിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ 2 കോഡുകളുടെയും ആ 2 പാർട്ടുകൾ, ലെങ്ത് ഓഫ് ദ 2 പാർട്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഗുണിക്കുകയാണെങ്കിൽ ഇത് വിൽ ബി സെയിം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ജിയോജീബ്രയിലൂടെ അത് പ്രാക്ടിക്കലായിട്ട് കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ വർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ പോയിന്റുകളെല്ലാം മൂവ് ചെയ്തുകൊണ്ട് അത് ഉറപ്പിച്ചിട്ടുണ്ടാവും എന്നും വിശ്വസിക്കട്ടെ. അതൊക്കെ ചെയ്യണം, ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വർക്കുകളെല്ലാം. അപ്പോഴാണ് നമുക്കത് ബോധ്യമാവും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ PA × BB = PC × BD എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൗട്ട് മനസ്സിലേക്ക് വരില്ല. ഈ ചിത്രം നമ്മുടെ മനസ്സിലാക്കും. ഇതാണ് വേണ്ടത്, ഈ ചിത്രമാണ് മനസ്സിലേക്ക് വരേണ്ടത് അല്ലെ? അപ്പോ 2 കോഡുകൾ ഒരു സർക്കിളിന്റെ ഉള്ളിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 കോഡുകളുടെയും പാർട്സിന്റെ ലെങ്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെച്ചാൽ ഒരേ ഉത്തരമായിരിക്കും കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചത്. ഇതിന് മറ്റൊരു പ്രസക്തി കൂടിയുണ്ട്. There is another importance in this theorem, PA × BB = PC × BD. What is that? എന്താണ് അത്? അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യത്തിനെ തന്നെ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകും. PA × BB = PC × BD അല്ലെ? ഞാൻ ഒരു ചെറിയ ഒരു റെക്ടാങ്കിൾ ഇവിടെ വരയ്ക്കുന്നു. ഈ ഒരു പോയിന്റിൽ P എന്നും ഈ ഒരു പോയിന്റിൽ A എന്നും ഈ ഒരു പോയിന്റിൽ B എന്നും ഞാൻ പേര് കൊടുത്താൽ ഈ ലെങ്ത് ആണ് PA, ഈ ബ്രെഡ്ത്ത് ആണ് PB. So what will be the area of this rectangle? It will be PA × PB, isn't it? So area of this rectangle will be PA × PB. Okay. ഞാൻ മറ്റൊരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. ഈ പോയിന്റിന് ഞാൻ P എന്നും ഇതിന് C എന്നും ഇതിന് D എന്ന് പേര് കൊടുത്താൽ what will be the area of this rectangle? ഈ ചതുരത്തിന്റെ ഏരിയ പരപ്പളവ് എന്താവും? Yes, this is the length PC and this is the breadth PD. So area of this rectangle will be PC × PD. Is it okay? അല്ലേ? ഈ നീളങ്ങൾ, അതായത് PA എന്ന് പറയുന്ന നീളവും PC എന്ന് പറയുന്ന നീളവും PB എന്ന് പറയുന്ന നീളവും PD എന്ന് പറയുന്ന നീളവും ഇതേപോലെ ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത് എങ്കിൽ PA × BB ആർക്ക് ഈക്വൽ ആവും? PC × BD ക്ക് ഈക്വൽ ആവും. അഥവാ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആർക്ക് ഈക്വൽ ആവും? ഈ റെക്ടാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആവും എന്നർത്ഥം അല്ലേ? അപ്പൊ നമ്മൾ PA × BB = PC × PD എന്ന് നമ്മൾ അറിയാതെ പറയുമ്പോൾ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. PA ലെങ്ത്തും PB ബ്രെഡ്ത്തുമായ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്.
PC ലെങ്ത്തും PD ബ്രെഡ്ത്തുമായിട്ടുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് ഇത്. നമ്മൾ അറിയാതെ ഒരു കാര്യം സംഭവിച്ചു പോകുന്നുണ്ട്. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ഈ റെക്ടാങ്കിളിന്റെ ഏരിയക്ക് PC × PDക്ക് ഈക്വൽ ആയിട്ട് മാറുന്നു എന്നർത്ഥം അല്ലേ? നമുക്കൊന്ന് നോക്കാം, അത് കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ എനിക്ക് PA എന്ന് പറയുന്ന നീളമുണ്ട്, PB എന്ന് പറയുന്ന നീളവിടെയുണ്ട്. ഞാൻ ഈ PB എന്ന് പറയുന്ന നീളത്തിനെ ഒന്ന് ഇവിടേക്ക് വരയ്ക്കാൻ പോവുകയാണ്. PB എന്ന് പറയുന്ന നീളത്തിനെ ഞാൻ ഒന്ന് ഇവിടെ വരയ്ക്കും. PB എത്ര ആയിക്കോട്ടെ, ഞാൻ അത് അവിടെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഫോട്ടോ റഫായിട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഞാനിവിടെ PB എന്ന് പറയുന്നത് അത് തന്നെ ഞാൻ ഇവിടേക്കും ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കും. റെഡി? ഇത് രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്യുന്നു എന്നാണ് ഞാൻ ചെയ്തത്രേ ഉള്ളൂ. ഈ PA എന്ന് പറയുന്ന നീളം അവിടെ ലെങ്ത് ആയി വെച്ചുകൊണ്ട് ഈ PB എന്ന് പറയുന്ന നീളം ഇത് മുകളിലോട്ട് വരത്തക്കമട്ടിൽ ബ്രെഡ്ത്ത് ആയിട്ട് വരത്തക്കമട്ടിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു റെക്ടാങ്കിൾ ഇവിടെ ഫോം ചെയ്തു. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? PA × PB ആണ്. അഥവാ നമ്മൾ എഴുതിയിരിക്കുന്ന PA × PB ആണ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ, ഈ റെഡ് റെക്ടാങ്കിളിന്റെ ഏരിയ. Because the length is PA and the breadth is PB. ഈ ലെങ്ത് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങോട്ട്. അപ്പോൾ PA × PB ആണ് ഇതിന്റെ ഏരിയ. ഓക്കെ, കീപ് ഇറ്റ് ദർ. ഇനി ഇവിടെ PC ഉണ്ട്, PD ഉണ്ട്. ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇതൊന്നുമല്ല, ഈ PC എന്ന് പറയുന്ന നീളത്തിനെ PC എന്ന് പറയുന്ന ആ നീളത്തിനെ ഞാനൊന്ന് ഇവിടെ എടുത്തുകൊണ്ട് ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തുകൊണ്ട്, പെർപെൻഡിക്കുലർ വരയ്ക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം. അത് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് വരയ്ക്കുകയാണ്. എന്നിട്ട് ഇത് ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കുന്നു, അവിടെയും ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കുന്നു എന്നർത്ഥം. സോ ഈ നീളം PD ആണ്, ഈ നീളം PC ആണ് എന്നർത്ഥം. അത് യോജിപ്പിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഒരു റെക്ടാങ്കിൾ കിട്ടി എന്നർത്ഥം. സോ അവിടെ റെക്ടാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ചുവന്ന റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ PA × PB. ഈ ബ്ലൂ കളറിലുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് PC × PD. ഇതൊരു സർക്കിളിലെ രണ്ട് കോഡുകളാവുമ്പോൾ AB യും CD യും സർക്കിളിലെ രണ്ട് കോഡുകൾ അത് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് P വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയാതെ തന്നെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ഈ റെക്ടാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ട് മാറുന്നു എന്നർത്ഥം. അഥവാ നമുക്ക് വേണമെങ്കിൽ സെയിം ഏരിയയുള്ള ഡിഫറന്റ് ആയിട്ടുള്ള റെക്ടാങ്കിൾസ് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാൻ അർത്ഥം. അതെന്താ വെച്ചാൽ നമുക്ക് പണ്ടേ അറിയാമല്ലോ അല്ലേ, 6 സെന്റിമീറ്റർ ഏരിയ ഉള്ള റെക്ടാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ വെറുതെ ഏരിയ പരപ്പളവ് 6 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് 3 2 കൊടുത്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. 3 6 ആണ്, 6 1 കൊടുത്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. 1 6 ആണ് അല്ലെ, അങ്ങനെ ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റും അല്ലെ, റെക്ടാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ സൈഡുകളൊക്കെ ചിലപ്പോൾ ഡെസിമലൊക്കെ ആയി മാറിയേക്കാം. അതുകൊണ്ട് പൂർണ്ണസംഖ്യകളായിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, ഈ പറഞ്ഞ PA × PB കൊണ്ട് PC × PD എന്ന് പറയുന്നതിന്റെ മറ്റൊരു തലത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് അവിടെ രണ്ട് റെക്ടാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്, ഒരു കോഡ്, ആ കോഡിന്റെ രണ്ട് പാർട്ടുകൾ ചേർത്ത് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു കോഡ് അതിന്റെ രണ്ട് പാർട്ടുകൾ ലെങ്ത്തും ബ്രെഡ്ത്തും ചേർത്തുകൊണ്ട് മറ്റൊരു റെക്ടാങ്കിൾ ഉണ്ടാക്കുന്നു എന്നർത്ഥം. എന്ത് സംഭവിക്കുന്നു, ഫലത്തിൽ ഈ രണ്ട് റെക്ടാങ്കിളിന്റെയും ഏരിയ സെയിം ആയിട്ട് മാറുന്നു എന്നർത്ഥം. സോ ദാറ്റ് ഈസ് ദ മീനിങ്, ദാറ്റ് ഈസ് എ വാസ്റ്റ് മീനിങ് ഓഫ് PA × PB = PC × PD. ഇനി നമുക്ക് പരീക്ഷ തലേ ദിവസം സാർ എന്താ സാർ PA × PB = PC × PD എന്ന് ചോദിക്കരുത്. There are a lot of meanings behind it. Is it clear? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യം ശരിയാണെന്നുണ്ട് അല്ലെ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതിന് പുറമെ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇങ്ങനെ രണ്ട് റെക്ടാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മളോട് ചോദ്യം പറയുകയാണ്, എന്ത് 6 സെന്റിമീറ്റർ ഏരിയ ഉള്ള അല്ലെങ്കിൽ 3,2 സെന്റിമീറ്റർ സൈഡ് വരുന്ന റെക്ടാങ്കിൾ വരയ്ക്കണം. അതിന്റെ സെയിം ഏരിയ ഉള്ള മറ്റൊരു റെക്ടാങ്കിൾ അതിന്റെ സൈഡ് 3.5 ആവണം. പറ്റും എന്ന് ചോദിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മനസ്സിലറിയാം.
കാരണം ഈ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതാണ് നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, സോ അതിലേക്ക് എല്ലാവർക്കും വെൽക്കം. അതിലേക്ക് പോകും. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിന്റെ തന്നെ ഒരു പ്രാക്ടിക്കൽ വർക്ക് ഒന്ന് കാണാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയച്ചു തന്ന അതേ സാധനം, ആ ജിയോജിബ്രയുടെ ഫയൽ തന്നെ മറ്റൊരു രീതിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒന്ന് സ്ക്രീനിലേക്ക് വരിക. റെഡിയല്ലേ? അപ്പൊ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ സ്ക്രീനിൽ എന്തെല്ലാം ഉണ്ട്? ഓ സെന്റർ ആയിക്കൊണ്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളില് രണ്ട് കോഡുകൾ AB ഉണ്ട്, CD ഉണ്ട്. ആ രണ്ട് കോഡുകൾ P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ടു കോഡ്സ് AB ആൻഡ് CD intersects at a point P inside the circle. Okay, and we know that PA into PB equal to PC into PD, and it is clear here. അതിവിടെ ഉണ്ട്. PA into PB equal to PC into PD ആണെന്നുള്ളത്. ഇതാ ഇപ്പൊ ഇവിടെ 4.47 2.35 ഗുണിച്ചാൽ 10.5. അടുത്ത PC into PD 6.28 1.67 മൾട്ടിപ്ലൈ ചെയ്ത 10.5. റൗണ്ട് ചെയ്തിട്ടുള്ള ആൻസർ ആണ്. അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് ശരിയാണോ എന്ന് തോന്നിയേക്കാം, പക്ഷെ അത് റൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ക്ലിയർ ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, സംശയമൊന്നും അതിന് വേണ്ട. ഇനി മാഷത്തില് ഇപ്പോ PA അതേപോലെ തന്നെ AO BO ഏത് വേണമെങ്കിലും മൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇതാ മാഷ് മൂവ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇപ്പൊ A എന്ന് പറയുന്ന പോയിന്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പിയുടെ ലെങ്ത്, ആ PAയുടെ നീളവും PBയുടെ നീളവും PCയുടെ നീളവും PDയുടെ നീളവും ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ വേരി ചെയ്യാത്തൊരു സാധനം ഉണ്ട്. എന്ത്? PA into PB equal to 12.45 തന്നെയാണ്. PC into PD എന്ന് പറയുന്നത് 12.49 തന്നെയാണ്. ഇപ്പോ ഇനി ആ A എന്ന് പറയുന്ന പോയിന്റ് മാറ്റി കഴിഞ്ഞെന്ന് വെച്ചാൽ അല്ലെ ആ വാല്യൂവിന് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അതിന്റെ പ്രൊഡക്റ്റ് PA into PB equal to PC into PD എന്ന് പറയുന്നത് മാറുന്നില്ല. അത് സെയിം ആണ്. ഓക്കെ, ഇവിടെ മാഷ് ഒരു എക്സ്ട്രാ പരിപാടി കൂടി ചെയ്തു വെച്ചിരിക്കുന്നത്, ഈ PAയുടെ നീളവും PBയുടെ നീളവും വെച്ചുകൊണ്ട് മാഷ് ഇവിടെ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, റോസ് കളറിലുള്ള ഒരു റെക്ടാങ്കിൾ. ഇപ്പൊ നോക്ക്, നമുക്ക് PAയുടെ നീളം എത്രയാണ്? 4.76. ഇതവിടെ അതെ 4.76 തന്നെയാണ്. PBയുടെ നീളം എത്രയാണ്? 2.48. അതാ, ഇത് രണ്ടും സെയിം തന്നെയാണ്. കണ്ടോ? അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ, ഇപ്പൊ ഈ റോസ് കളറിലുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 4.76 into 2.48 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ് വരിക? 11.79. അപ്പൊ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ 11.79 ആണ് എന്നർത്ഥം. ഓക്കെ, മാഷ് അടുത്ത പണി ചെയ്തു വെച്ചിരിക്കുന്നത് ഈ PC എന്ന് പറയുന്ന നീളം, അതായത് 6.1 കണ്ടോ, അത് ലെങ്ത്തും PD എന്ന് പറയുന്ന നീളം ബ്രെഡ്ത്തുമാവുന്ന മട്ടിലെ മറ്റൊരു റെക്ടാങ്കിൾ ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഏരിയ ഇപ്പൊ എന്താ വരിക? PC into PD, അതാ 6.01 into 1.96. രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സെയിം ആണ് നമ്മുടെ അറിയാം. ഞാനിനി എയുടെയോ ബിയുടെയോ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നോക്കിക്കോ, നിങ്ങളുടെ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും മാറുന്നുണ്ട്. ഇപ്പൊ ഈ റോസ് റെക്ടാങ്കിളിന്റെ ലെങ്ത് 4.45 ബ്രെഡ്ത്ത് 3.12 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ, ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം 13.89 ആണ്. അതിനനുസരിച്ച് നിങ്ങൾ അടുത്ത ആ ഗ്രീൻ റെക്ടാങ്കിളിന്റെ സൈഡ് മാറുന്നുണ്ട്, ലെങ്തും ബ്രെഡ്ത്തും 5.39 2.58 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഏരിയ എത്ര തന്നെയാണ്? 13.89 തന്നെയാണ്. അത് മാറ്റമില്ല അല്ലേ? അപ്പോ PA into PB equal to PC into PD ആണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ചെയ്തു നോക്കി ഉറപ്പിച്ചൊരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, PA എന്ന് പറയുന്നത് ലെങ്ത്തും PB എന്ന് പറയുന്നത് ബ്രെഡ്ത്തുമായിട്ടൊരു റെക്ടാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ തന്നെയാണ് PC ലെങ്ത്തും PD ബ്രെഡ്ത്തുമായി വരുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. എപ്പോ ABയും CDയും ഒരു സർക്കിളിലെ സെയിം സർക്കിളിലെ കോഡുകളും P എന്ന് പറയുന്നത് അവ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റും ആണെങ്കിൽ, അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കോഡ് P എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ രണ്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ട് മറ്റൊരു കോഡ് കാരണം, CD കാരണം. അപ്പോൾ ഉള്ള രണ്ട് ലെങ്ത്തുകൾ ചേർന്നുണ്ടാവുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ
അടുത്ത കോഡായിട്ടുള്ള സി ഡിയുടെ രണ്ട് ലെങ്ത്തുകളായ പി സിയും പി ഡിയും ചേർന്ന റെക്ടാങ്കിളിന്റെ ഏരിയയ്ക്ക് സെയിം ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻ എ സർക്കിൾ ഇഫ് ടു കോഡ്സ് എ ബി സി ഡി ഇന്റർസെക്ട് അറ്റ് പി വി നോ ദാറ്റ് PA into PB equal to PC into PD. Okay, that is the first thing we have studied. Now from that concept, what I am saying is, or the rectangles formed by two parts of the same chord. The rectangle formed by two parts of the same chord. ഒരേ കോഡിന്റെ രണ്ട് പാർട്ടുകൾ കൊണ്ട് ഉണ്ടായ റെക്ടാങ്കിൾസിന്റെ ഏരിയ of the same chord have equal area. കണ്ടോ? അപ്പോൾ PA into PB equal to PC into PD ആണ്. അതിൽ തന്നെ നമ്മൾ ഇനി പറയുന്ന കാര്യം റെക്ടാങ്കിൾസ് ഒരു കോഡിന്റെ രണ്ട് പാർട്ട് മുറിഞ്ഞുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഏരിയകൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ടു അല്ലെ? അതൊരു പ്രാക്ടിക്കലായി നിങ്ങൾക്ക് ഞാനത് തരുന്നുണ്ട്, ഈ ഒരു പ്രാക്ടിക്കൽ വർക്ക്. അപ്പൊ നിങ്ങൾക്ക് എയും ബിയും ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്തുകൊണ്ട് അത് ചില സൈസ് ഒരു പ്രത്യേക ലിമിറ്റിലേക്ക് എത്തുമ്പോൾ അത് നിർത്തണം. കൂടുതലായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം മാഷ് അത്രയും സെറ്റ് ചെയ്ത് വെച്ചുള്ള ആ സ്ക്രീനിൽ ഒതുങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ എയും ബിയും ഒക്കെ നിങ്ങൾക്ക് ചെറുതായി മൂവ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ വസ്തുത ശരിയല്ലേ? ആ റെക്ടാങ്കിളിന്റെ ഒക്കെ വലുപ്പ വ്യത്യാസം വരുന്നുണ്ടാവും കേട്ടോ, അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതിന്റെ ലെങ്ത് കൂടുന്നു, ചിലത് ബ്രെഡ്ത്ത് അല്ലെ കുറയുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഏരിയ സെയിം തന്നെയാണ്. പരപ്പളവ്, അതായത് ഇതിന്റെ ഉള്ളിലുള്ള സ്ഥലവും ഇതിന്റെ ഉള്ളിലുള്ള സ്ഥലവും രണ്ടിന്റെയും പരപ്പളവും തുല്യമാണ്. അപ്പൊ രണ്ട് ഞാനുകൾ പരസ്പരം മുറിയുമ്പോൾ ഉണ്ടാവുന്ന ഭാഗങ്ങൾ ചേർന്നുണ്ടാകുന്ന ചതുരങ്ങളുടെ പരപ്പളവുകൾ തുല്യമാണ് എന്നർത്ഥം. മലയാളത്തിൽ പറയുമ്പോൾ അത് തന്നെയാണ് PA into PB equal to PC into PD എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the rectangles formed by the parts of same chord have equal area. ചുരുക്കി പറയുകയാണ്. ഇതൊന്നും നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് ഉറക്കേണ്ട ഒരു സംഗതിയാണ്. സർക്കിൾസ് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ PA എന്ന് പറയുന്ന നീളം തരും, PB എന്ന് പറയുന്ന നീളം തരും, PC എന്ന് പറയുന്ന നീളം തരും, PD കാണേണ്ടതായിട്ട് വരും. സോ യു ക്യാൻ ഡു ഇറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല എഴുതി PA into PB equal to PC into PD എന്ന് എഴുതി അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഏതാണോ അറിയാത്തത് വെച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. അതൊരു വലിയ പ്രശ്നമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് AB യുടെ ടോട്ടൽ നീളമായിരിക്കും തരിക, എന്നിട്ട് PB യുടെ നീളം തന്നിട്ടുണ്ടായിരിക്കും, PA യുടെ നീളം തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അത് കാണാമല്ലോ, AB യുടെ ടോട്ടൽ നീളത്തിൽ നിന്ന് PB യുടെ നീളം മൈനസ് ചെയ്ത് കഴിയുമെന്ന് വെച്ചാൽ നമുക്ക് PA യുടെ നീളം കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ പ്രോബ്ലംസ്, അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ധാരാളമായിട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്ന പേജ് നമ്പർ 62 ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിന്റെ 62 നമുക്കൊരു ഇത് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഒരു QR കോഡ് തന്നിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാഷ് ചെയ്ത പോലുള്ള ജിയോജീബ്ര വർക്കിന്റെ പ്രാക്ടിക്കൽ വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അതറിയാലോ എങ്ങനെയാണ് സ്കാനിങ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ഐഡിയകളുണ്ട്. ഇപ്പം നമ്മുടെ ഓൺലൈൻ കാലത്ത് നമുക്ക് എല്ലാം അറിയാം, പ്രശ്നങ്ങളില്ല. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. നിർമ്മാണം, പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തരും, മറ്റൊരു ചതുരത്തിന്റെ നീളം മാത്രം തരും, വീതി തന്നിട്ടുണ്ടാവില്ല. സെയിം ഏരിയയുള്ള രണ്ട് ചതുരങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളോട് പറയും, വരയ്ക്കാൻ പറയും. അപ്പൊ അതൊന്ന് മാഷ്ക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ പറഞ്ഞ വർക്കിന്റെ മറ്റൊരു സാധനം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ മാഷ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു പ്രാക്ടിക്കൽ വർക്കായിട്ട് മാഷ് എടുക്കുന്നില്ല, കാരണം പ്രാക്ടിക്കൽ വർക്കായിട്ട് അത് എടുക്കുമ്പോൾ അതിന് കുറെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ചതുരത്തിന്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് മാഷ് കടന്നിട്ടില്ല. ഇപ്പൊ വെറുതെ ജസ്റ്റ് ഒരു ചിത്രമായി അവിടെ വരച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ കാണാം, there is a chord AB and there is another chord CD. And these two chords intersect at a point P. So there are two lengths, PA and PB, and PC and PD. Okay, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ മാഷോടെ PA എന്ന് പറയുന്നത് ലെങ്ത്തും PB എന്ന് പറയുന്നത് ബ്രെഡ്ത്തും ആവത്തക്ക മട്ടില്
ഒരു ബ്ലൂ കളറിലുള്ള റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാഷ് ചെയ്തത് നമ്മൾ നേരത്തെ ബോർഡിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. പിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പി ബി എന്ന് പറയുന്ന നീളം എടുത്തു, ഇവിടെ എയിൽ നിന്നും എടുത്തു, ജോയിൻ ചെയ്തുകൊണ്ട് അതിനെ ഒരു റെക്റ്റാങ്കിൾ ആക്കി മാറ്റി. തിരിച്ച് ഇവിടെയും അതേപോലെ തന്നെ പി സി എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ടും പി ഡി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആയിട്ടും, അതായത് ഈ നീളം ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്ത് അതേ നീളം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ 3.14 ഈ നീളമാണത് 3.14, അതായത് പി ഡി. അതുപോലെ തന്നെ ഈ നീളം ഇവിടെ 3.36 ആണ്. അങ്ങനെ അത് എടുത്തുകൊണ്ട് മാഷ് 2 റെക്റ്റാങ്കിൾസ് വരച്ചിട്ടുണ്ട്. നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയതുകൊണ്ട് the areas of these two rectangles are same. ഈ 2 ചതുരങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണ് എന്നർത്ഥം. ആ ബ്ലൂ കളറിലുള്ള റെക്റ്റാങ്കിളിന്റെ ഏരിയയും പിന്നെ വയലറ്റ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ റോസ് കളറിലുള്ള ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയയും സെയിം ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിത്രത്തിന് ഒരു കൺസ്ട്രക്ഷൻ, ഇനി ഇത് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് മാഷ് വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ അതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു കൺസെപ്റ്റ് കാണിച്ചു തരിക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പി എ ഇൻറ്റു പി ബി ഇക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അപ്പൊ അതിന്റെ അർത്ഥം the area of 2 rectangles formed by 2 parts of the same chord have equal area. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. അതിന്റെ പ്രാക്ടിക്കൽ വർക്ക് നിങ്ങളൊന്ന് സ്വയം ചെയ്തു നോക്കുകയും ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു കാര്യം ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഓക്കെ അല്ലേ? സോ മാഷ് ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി ഞാൻ ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് കൺസ്ട്രക്ഷൻ പ്രോബ്ലത്തിലേക്ക് മാഷ് കടക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതായത് ഒരു ചോദ്യം എങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരാറുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഉണ്ടാവാറുള്ളത്, അതിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. സോ മാഷ് അതിലേക്കൊന്ന് കടക്കട്ടെ. എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ.